ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് നല്ല കാഴ്ചകളും അതുപോലെ തന്നെ ചരിത്രങ്ങളും ലോകാത്ഭുതവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഇറ്റലിയുടെ തന്നെ ക്യാപിറ്റൽ സിറ്റിയായ റോമിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ഏറ്റവും പുതിയ ലോകാത്ഭുതത്തിൽ ലിസ്റ്റിലുള്ള കൊളോസിയത്തിലാണ് ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത്. AD 70s പണി കഴിപ്പിച്ച ഈ ഒരു നിർമ്മിതിയിൽ നടന്നിരുന്നത് മനുഷ്യന്മാർ തമ്മിലും അതുപോലെ തന്നെ മൃഗങ്ങളും ഉൾപ്പെടുന്ന ക്രൂരത നിറഞ്ഞ മരണത്തിൽ അവസാനിപ്പിക്കുന്ന ഫൈറ്റ് അല്ലെങ്കിൽ യുദ്ധമായിരുന്നു. തിയേറ്ററിലിരിക്കുന്ന ഫീലിങ്സിലാണ് അന്ന് ആളുകൾ ഈ ഒരു വിനോദത്തെ നോക്കിക്കണ്ടിരുന്നത്. അങ്ങനെ ഉള്ളിൽ കയറി, അങ്ങനെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ എയർപോർട്ടിലൊക്കെ കയറുന്ന പോലെയാണ് ഇതിനകത്തുള്ള എൻട്രി. ഭയങ്കര ദാരുണമായിട്ടുള്ള ചെക്കിംഗ് ആയിരുന്നു. അതെ, ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറി. ഇവിടെ കൂടുതൽ ആൾക്കാരും ഗൈഡഡ് ടൂറിസം ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം പണ്ട് നടന്ന ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജുഹിയെ, ഇവിടുത്തെ ഹിസ്റ്ററി വല്ല അറിയോ? പറഞ്ഞ കേട്ടെ. ഒന്നും പഠിക്കാതെ വന്നേക്കുക. ലിഫ്റ്റിൽ കൊണ്ടുപോകുന്നുള്ളൂ, അല്ലെങ്കിൽ വല്ല അസുഖമാണെങ്കിൽ വയ്യാത്തവരും വല്ലതും ആയിരിക്കും അല്ലേ ലിഫ്റ്റിൽ പോകുന്നു. അതെ, ബാക്കി ആർക്കും അങ്ങനെ കയറാൻ പറ്റില്ല, ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി എല്ലാവർക്കും എന്തേ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി ഞങ്ങൾ മേളിലേക്ക് പോവാണ്. അപ്പം മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ കൊളോസിയത്തിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക്. അപ്പം ഈ കണ്ട സ്റ്റേഡിയത്തിലായിരുന്നു ഗ്ലാഡിയേറ്റർ യുദ്ധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം 4 ലക്ഷം പേരാണ് ഈ ഒരു സ്റ്റേഡിയത്തിൽ മരിച്ചു വീണിട്ടുള്ളത്. മൃഗങ്ങളും അതേപോലെ മനുഷ്യരും ഒരേപോലെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ. ഏകദേശം 2000 വർഷമുണ്ട് ഈ ഒരു കെട്ടിടത്തിന് പഴക്കം. അപ്പോൾ ഏകദേശം നമുക്ക് അവിടേക്കായിരുന്നു ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ തിയേറ്ററിലെ സിസ്റ്റം പോലെയായിരുന്നു. മേളിൽ ബാൽക്കണിയും താഴെ ഫസ്റ്റ് ക്ലാസ്, അങ്ങനെ കാശുള്ളവൻ മേളിൽ ഇരിക്കും, കാശ് കുറഞ്ഞവൻ താഴെ ഇരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല വെയിലുണ്ട് ഇവിടെ. ഞങ്ങൾ അവിടുന്ന് കുറച്ച് മാറി ഇവിടെ തണൽ പറ്റിയിരിക്കുകയാണ്. വെയിൽ കൊണ്ട് പടുത്തു അല്ല ജുഹു? ഇറ്റലിയിലുള്ള റോമിൻ്റെ ഒരു ക്രൂര വിനോദം അല്ലേ? അതിൻ്റെ ഒരു ക്രൂര വിനോദം, ക്രൂവലല്ലേ, ആൾക്കാരെ കൊന്ന് സന്തോഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അപ്പം ആ ഒരു സ്ഥലത്തോടൊക്കെ നടക്കുമ്പോൾ എന്തോ ഒരു വികാരമുണ്ട്, മനസ്സിൽ കൂടെ എന്തോ ഒരു വികാരമൊക്കെ പോകുന്നുണ്ട്. മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക, അല്ലെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ കൊല്ലുക. അപ്പം പണ്ട് കാലത്ത് മൃഗങ്ങളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു, പുലിയൊക്കെ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു, എന്നിട്ട് യുദ്ധത്തിന് ഇറക്കുമായിരുന്നു. അതൊക്കെ ഭയങ്കര ക്രൂര വിനോദമല്ലേ? എന്ത് വിനോദം അത്! ആൾക്കാർ കണ്ട് സന്തോഷിക്കുക. അപ്പം അതൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. അതൊക്കെ ഭയങ്കര എന്നിങ്ങനെ ആൾക്കാർക്ക് തോന്നിയെന്നുള്ളതാണ്. ഒരു ഇതുമില്ലാതെ ആൾക്കാരെ പരസ്പരം കൊല്ലുക, ഭയങ്കര അതൊരു വിനോദമായിട്ട്, അതെ, ഒരു എൻ്റർടൈൻമെൻ്റായിട്ട്. ആൾക്കാരെ കൊന്നാണോ ആൾക്കാരെ? അപ്പം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അപ്പം ഞങ്ങൾ നേരെ ഇറങ്ങി. സമയം ഏകദേശം 2-2:30 അപ്പം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള പ്ലാനാണ്. എന്നിട്ട് ഞങ്ങൾ നാളെ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, എല്ലാവരും കാണുക. ഇന്ന് അതെ അതുകൂടാതെ നാളെ ഞങ്ങൾ ബസിലിക്കയിൽ പോകുന്നുണ്ട്. എവിടെയാണ്? വത്തിക്കാൻ സിറ്റി. അതെ, വേൾഡിലെ ഏറ്റവും സ്മോളസ്റ്റ് കൺട്രിയിലുള്ള ലോകത്തെ ഏറ്റവും വലിയ ചർച്ചിൽ ഞങ്ങൾ നാളെ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും നാളത്തെ വീഡിയോയും മുഴുവനായിട്ട് കാണുക, ഇന്നത്തെ വീഡിയോയും കാണുക, ഫുള്ള് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അടുത്ത് ഞങ്ങൾ എത്തിച്ചേർത്തിരിക്കുന്നത് റോമൻ നഗരത്തിന്റെ ഏറ്റവും പഴക്കം ചെന്ന, ഏകദേശം 262 വർഷം പഴക്കം ചെന്ന ട്രെവി ഫൗണ്ടനിലാണ്.
സമ്മർ തുടങ്ങുന്നതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് റോമിൽ എത്രത്തോളം വിസിറ്റേഴ്സ് വരുന്നുണ്ടെന്ന്. അടുത്ത് ഞാൻ എത്തി നിൽക്കുന്ന ഒരു ലക്ഷറി സ്ട്രീറ്റിലാണ്. ഒരുപാട് ലക്ഷറി ബ്രാൻഡുകൾ എൻ്റെ ബാക്കിലായിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്പാനിഷ് സ്റ്റെപ്പ്. അപ്പം ഇത് ഏകദേശം 18th സെഞ്ച്വറിയിലാണ് ഇതിൻ്റെ പണി നടന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ റൂമിൽ നിന്ന് നേരെ ഒരു എയർപോർട്ട് ഷട്ടിലുണ്ടായിരുന്നു, അതെടുത്ത് നേരെ ഹോട്ടലിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങളത് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചു. അപ്പം ഫുഡൊക്കെ വാങ്ങിച്ച് നേരെ റൂമിലെത്തി. ഒരാൾക്ക് 8 യൂറോ ആണ് എയർപോർട്ട് ഷട്ടിലിനായത്. അപ്പം നേരെ റൂമിലെത്തി. അപ്പം നാളെ ഞങ്ങൾ നേരെ പോകുന്നത് വത്തിക്കാൻ സിറ്റിയിലേക്കാണ്. അപ്പം വത്തിക്കാൻ സിറ്റി അറിയാലോ, ലോകത്തുള്ള ഏറ്റവും ചെറിയൊരു കൺട്രിയാണ്. അവിടെയുള്ള ഏറ്റവും വലിയൊരു പള്ളിയിലേക്കാണ്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു പള്ളിയിലേക്കാണ് നമ്മൾ നാളെ പോകുന്നത്. അത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.